ആകാശവാണി. ജില്ലാ വൃത്താന്തം. ഇന്ന് കോട്ടയം ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി ടോം മാത്യു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയം മണ്ഡലത്തിൽ 14 സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു. സംസ്ഥാനത്ത് ഏറ്റവുമധികം സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുള്ള മണ്ഡലവും കോട്ടയമാണ്. കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥി കെ ഫ്രാൻസിസ് ജോർജ്, കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥി തോമസ് ചാഴികാടൻ, ഭാരത് ധർമ്മജനസേന സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളി, സോഷ്യലിസ്റ്റ് യൂണിറ്റി സെന്റർ ഓഫ് ഇന്ത്യ കമ്മ്യൂണിസ്റ്റ് സ്ഥാനാർത്ഥി വി.പി. കൊച്ചുമോൻ, സമാജ്വാദി ജനപരിഷത്ത് സ്ഥാനാർത്ഥി പി.ഒ. പീറ്റർ, ബഹുജൻ സമാജ് പാർട്ടി സ്ഥാനാർത്ഥി വിജു ചെറിയാൻ എന്നിവർ പാർട്ടി സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നു. സ്വതന്ത്രരായി പി. ചന്ദ്രബോസ്, ജോമോൻ ജോസഫ്, ജോസിൻ കെ ജോസഫ്, മാൻഹൌസ് മന്മഥൻ, സന്തോഷ് പുളിക്കൽ, സുനിൽ ആലഞ്ചേരിൽ, എം. സ്കറിയ, റോണി മറ്റപ്പള്ളിൽ എന്നിവരും മത്സരിക്കുന്നു. കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ അന്തിമ വോട്ടർ പട്ടിക പ്രകാരം വോട്ടവകാശമുള്ളത് 12,64,823 പേർക്ക്. 6,47,306 സ്ത്രീ വോട്ടർമാരും 6,07,502 പുരുഷ വോട്ടർമാരും 15 ട്രാൻസ്ജെൻഡർ വോട്ടർമാരും. 18-19 വയസ്സുള്ള 15,698 വോട്ടർമാരുണ്ട്. 85 വയസ്സിന് മുകളിലുള്ള 17,777 വോട്ടർമാരും. കോട്ടയം ജില്ലയിലെ പുതുപ്പള്ളി, കോട്ടയം, ഏറ്റുമാനൂർ, വൈക്കം, കടുത്തുരുത്തി, പാല, എറണാകുളം ജില്ലയിലെ പിറവം എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെട്ടതാണ് കോട്ടയം ലോക്സഭാ മണ്ഡലം. ഏറ്റവുമധികം വോട്ടർമാരുള്ളത് പിറവം നിയമസഭാ മണ്ഡലത്തിലാണ്. 2,06,051 പേർ. കുറവ് വൈക്കം മണ്ഡലത്തിലും 1,63,469 പേർ. തിരഞ്ഞെടുപ്പിൽ ജില്ലയിൽ 15,036 പേർ വീട്ടിൽ വോട്ട് രേഖപ്പെടുത്തും. 85 വയസ്സ് പിന്നിട്ട 12,457 പേരും ഭിന്നശേഷിക്കാരായ 8,499 പേരുമാണ് അസന്നിഹിത വോട്ടർമാർക്ക് വോട്ട് ചെയ്യാനുള്ള 12D അപേക്ഷ പൂരിപ്പിച്ച് നൽകിയിരുന്നത്. ആകെ 20,956 പേർ. ഇവരിൽ 15,036 പേർ വീട്ടിൽ തന്നെ വോട്ട് ചെയ്യാനുള്ള അവകാശം വിനിയോഗിക്കാൻ തീരുമാനിച്ചു. 85 വയസ്സ് പിന്നിട്ട 10,792 പേരും ഭിന്നശേഷിക്കാരായ 4,244 പേരും. വീട്ടിൽ വോട്ട് ചെയ്യാൻ തീരുമാനിച്ചവരെ മുൻകൂട്ടി അറിയിച്ച ശേഷം പോളിംഗ് സംഘം വീട്ടിലെത്തും. തിരഞ്ഞെടുപ്പിൽ വോട്ടർമാരുടെ പങ്കാളിത്തം ഉറപ്പാക്കാൻ വ്യത്യസ്ത പ്രചരണ പ്രവർത്തനങ്ങളുമായി സ്വീപ്പിന്റെ വോട്ടർ ബോധവൽക്കരണ പരിപാടി തുടരുന്നു. ഇതോടനുബന്ധിച്ച് കോട്ടയം തിരുനക്കര മൈതാനിയിൽ കളരിപ്പയറ്റ് അഭ്യാസം പ്രദർശിപ്പിച്ചു. പഞ്ചഭൂതങ്ങളിൽ കേന്ദ്രീകരിച്ചുള്ള ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായി മണ്ണ് അടിസ്ഥാനമാക്കി മണ്ണിൽ വോട്ടുമഷി പുരട്ടിയ കൈയുടെ രൂപം തീർത്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ 81 പോളിംഗ് ബൂത്തുകൾ വനിതകൾ നിയന്ത്രിക്കും. ഇവിടെ എല്ലാ പോളിംഗ് ഉദ്യോഗസ്ഥരും വനിതകളായിരിക്കും. ജില്ലയിലെ 9 നിയമസഭാ മണ്ഡലങ്ങളിലെ 9 വീതം ബൂത്തുകളാവും വനിതാ ബൂത്തുകൾ. എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും ഒരു ബൂത്ത് യുവാക്കളായ പോളിംഗ് ഉദ്യോഗസ്ഥരുടെ മാത്രം നിയന്ത്രണത്തിലായിരിക്കും. ജില്ലയിലാകെ 1,564 പോളിംഗ് ബൂത്തുകളാണ് വോട്ടെടുപ്പിനായി സജ്ജമാക്കിയിരിക്കുന്നത്. ജില്ലയിലെ വോട്ടെടുപ്പ് ജോലിക്കായി 7,524 ഉദ്യോഗസ്ഥരെ നിയോഗിച്ചതായി ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറായ കളക്ടർ വി. വിഘ്നേശ്വരി അറിയിച്ചു. 1,881 വീതം പ്രിസൈഡിംഗ് ഓഫീസർമാരെയും ഫസ്റ്റ് പോളിംഗ് ഓഫീസർമാരെയും 3,762 പോളിംഗ് ഓഫീസർമാരെയുമാണ് രണ്ടാം ഘട്ട റാൻഡമൈസേഷനിലൂടെ നിശ്ചയിച്ചത്. ഇവർക്കുള്ള ആദ്യഘട്ട പരിശീലനം പൂർത്തിയായി. 18, 19, 20 തീയതികളിലാണ് രണ്ടാം ഘട്ട പരിശീലനം. ജില്ലയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടിംഗ് യന്ത്രങ്ങൾ നിയമസഭാ മണ്ഡലങ്ങളിലെ സ്ട്രോങ് റൂമുകളിലേക്ക് മാറ്റി. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെയും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയും സാന്നിധ്യത്തിലാണ് കോട്ടയം തിരുവാതുക്കലുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വെയർഹൌസിൽ നിന്ന് വിവിധ നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് വോട്ടിംഗ് യന്ത്രങ്ങൾ വിതരണം ചെയ്തത്. ഒന്നാം ഘട്ട റാൻഡമൈസേഷനിലൂടെ ഓരോ നിയോജകമണ്ഡലത്തിനും അനുവദിച്ച വോട്ടിംഗ് യന്ത്രങ്ങളാണ് കൈമാറിയത്. ഏപ്രിൽ പകുതിക്ക് ശേഷം നടക്കുന്ന രണ്ടാം ഘട്ട റാൻഡമൈസേഷനിലൂടെ ബാക്കി യന്ത്രങ്ങൾ കൈമാറും. ജില്ലാ വൃത്താന്തം സമാപിച്ചു.